5 മന്ത്രിസ്ഥാനം ഉറപ്പിച്ച് മുസ്ലിം ലീഗ്. പി കെ കുഞ്ഞാലിക്കുട്ടി, കെ എം ഷാജി, എൻ ഷംസുദ്ദീൻ, വി അബ്ദുൽ ഗഫൂർ, പാറക്കൽ അബ്ദുള്ള എന്നിവർ മന്ത്രിമാരാകും. ഒരു ക്യാബിനറ്റ് പദവി കൂടി ലഭിച്ചാൽ എം കെ മുനീറിനെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനാക്കാൻ ലീഗ് ആവശ്യപ്പെടും. അതേസമയം മന്ത്രി പദവി ലഭിക്കാത്ത പി കെ ബഷീറിനെ അനുനയിപ്പിക്കുവാനുള്ള നീക്കത്തിലാണ് ലീഗ് നേതൃത്വം. മേഘ്ന മുരളി തിരുവനന്തപുരത്ത് നിന്നുണ്ട്. മേഘ്ന, ലീഗിന് 4 സീറ്റ് എന്ന് ആദ്യം പറഞ്ഞിരുന്നു, എന്നാൽ 5 സീറ്റ് വേണമെന്ന് ലീഗ് ആവശ്യപ്പെടുന്നു. ആ ആവശ്യം ഒന്നുകൂടി ഉറപ്പിക്കുന്നു, 5 സീറ്റിലേക്ക് വരുന്നു. ഇനി പി കെ ബഷീറിനെ അനുനയിപ്പിക്കുക എന്നതാണല്ലോ ലീഗിന് മുന്നിലെ ഏറ്റവും വലിയ കടമ്പ. തീർച്ചയായും അനൂപ്, കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഈ 5ാം മന്ത്രിസ്ഥാനം എന്നുള്ളത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചതാണ്. പക്ഷേ ഇത്തവണ ഈ വി ഡി സതീശൻ മുഖ്യമന്ത്രി നയിക്കുന്ന ഈ മന്ത്രിസഭയിലേക്ക് വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസ്, UDF അതിന് ആ ലീഗിന്റെ ഒരു ആവശ്യത്തിന് നിന്നു കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ മുസ്ലിം ലീഗ് 5ാം മന്ത്രിസ്ഥാനം ഉറപ്പിക്കുകയാണ്. അതിൽ പി കെ കുഞ്ഞാലിക്കുട്ടി, കെ എം ഷാജി, എൻ ഷംസുദ്ദീൻ, അതുപോലെ തന്നെ വി അബ്ദുൽ ഗഫൂർ, പാറക്കൽ അബ്ദുള്ള എന്നിവരാണ് മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരായി ഇനി മന്ത്രിസഭയിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അതിൽ ഈ സീറ്റ് ലഭിക്കാത്ത പി കെ ബഷീറിനെ അനുനയിപ്പിക്കുന്ന കാര്യത്തിലാണ് ഏറ്റവും വലിയ വെല്ലുവിളി UDFന്റെ മുന്നിലുള്ളത് എന്നുള്ളതാണ്. അതും അനുനയിപ്പിക്കാൻ കഴിയും, ഒരു പദവി നൽകി പി കെ ബഷീറിനെ അനുനയിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ക്യാബിനറ്റ് പദവി കൂടി ലഭിച്ചാൽ എം കെ മുനീറിനെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനും ഒരു ഉയർന്ന പദവിയിലേക്ക് എം കെ മുനീറിനെ കൊണ്ടുവരാനുള്ള ഒരു സാധ്യത കൂടി മുസ്ലിം ലീഗ് തേടുകയും ചെയ്യുന്നുണ്ട്. അതിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം 4 മന്ത്രിസ്ഥാനം എന്നുള്ളത് അങ്ങനെ ഒരു ആവശ്യം ആദ്യം തന്നെ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം 4 മന്ത്രിസ്ഥാനത്തേക്ക് ഒഴിയുകയാണെങ്കിൽ, 4 മന്ത്രിസ്ഥാനത്തേക്ക് ചുരുങ്ങുകയാണെങ്കിൽ അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ക്ഷീണമാകുമെന്നുള്ളൊരു വിലയിരുത്തലുണ്ടായി. അതുപോലെ തന്നെ 22 MLA മാരുണ്ട്. 5 മന്ത്രിമാർക്ക് ഒരു MLA എന്ന രീതിയിലാണ് 5 മന്ത്രിമാരെ സഭയിലേക്ക് എത്തിക്കാൻ ലീഗ് സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തത്. അങ്ങനെ 5 മന്ത്രിമാരെ ലീഗ് ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ രമേശ് ചെന്നിത്തല ക്യാമ്പ് അൻവർ സാദത്തിനെ 5ാം മന്ത്രിക്ക് പകരം അൻവർ സാദത്തിനെ മന്ത്രിയാക്കാനുള്ള നീക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനും വഴി കൊടുക്കുന്നില്ല. അങ്ങനെ 5 മന്ത്രിമാരെ തന്നെ ലീഗ് ഉറപ്പിക്കുന്നുണ്ട്. അതിന് നേരത്തെ കെ എം ഷാജി ആയിരിക്കുമോ അല്ലെങ്കിൽ പി കെ ബഷീർ ആയിരിക്കുമോ മന്ത്രിസഭയിലേക്ക് എന്നുള്ളൊരു ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കെ എം ഷാജിക്ക് തന്നെ ആ മന്ത്രിസ്ഥാനം ലഭിക്കുന്നു, പി കെ ബഷീറിനാണ് മന്ത്രിസ്ഥാനം ലഭിക്കാത്തത്. അങ്ങനെ പി കെ ബഷീറിനെ ഒരു നല്ല പദവി കൊടുത്തുകൊണ്ട് ഈ ഒരു അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് മുസ്ലിം ലീഗിന്റെയും അതുപോലെ തന്നെ ടീം UDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇതിൽ 5ാം മന്ത്രിസ്ഥാനം എന്നുള്ളത് ഇത്തവണ ഒരു വിവാദങ്ങൾക്കും വഴിവെക്കുന്നില്ല, അല്ലെങ്കിൽ കൂടുതൽ ചർച്ചകളിലേക്ക് പോകുന്നില്ല. ഈ ഒരു ദിവസം കൊണ്ട് തന്നെ 5 മന്ത്രിസ്ഥാനം എന്നുള്ളത് ലീഗ് ഉറപ്പിക്കുകയാണ്. അതിൽ ഇനി ചർച്ച വേണ്ടത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം ലീഗിന്റെ കാര്യത്തിൽ ഇനി ഒരു ആശയക്കുഴപ്പമില്ല. അപ്പോൾ ഈ പി കെ ബഷീറിന്റെ ആവശ്യം, മന്ത്രി പദവി ലഭിക്കാത്തതിലെ ഈ പി കെ ബഷീർ അത്തരത്തിൽ ഇടഞ്ഞു നിൽക്കുകയാണെങ്കിൽ പി കെ ബഷീറിന്റെ ആവശ്യം ഇനി ചർച്ചയിലേ ഇല്ല എന്ന് തന്നെയാണോ? ഈ ടേം വ്യവസ്ഥയിലൊന്നും പി കെ ബഷീർ വരാനുള്ള സാധ്യതകളില്ലല്ലോ അല്ലേ? അനൂപ്, ടേം വ്യവസ്ഥയിലേക്ക് പി കെ ബഷീർ വരാനുള്ള സാധ്യത അത് ഒട്ടുമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ പി കെ ബഷീർ മുസ്ലിം ലീഗിനെ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് ആക്കില്ല എന്നുള്ളതാണ് ലീഗ് നേതൃത്വം പറയുന്നത്. അതിന് അനുനയ നീക്കങ്ങളുണ്ട്, അല്ലെങ്കിൽ പി കെ ബഷീറിന് മുന്നോട്ട് വെക്കാനുള്ള ഫോർമുലകൾ ലീഗിന് കയ്യിലുണ്ട് എന്നുള്ളതാണ് ലീഗ് നേതൃത്വം പറയുന്നത്. അതിൽ പി കെ ബഷീർ ആയിരിക്കുമോ അല്ലെങ്കിൽ കെ എം ഷാജി ആയിരിക്കുമോ മന്ത്രിസഭയിലേക്ക് ഉണ്ടാവുക എന്നുള്ള ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അത് കെ എം ഷാജിക്ക് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ മന്ത്രിസ്ഥാനം ലഭിക്കുന്നത്. പി കെ ബഷീറിന് ആ മന്ത്രിസ്ഥാനം ലഭിക്കുന്നില്ല. അത് അനുനയ നീക്കത്തിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗ് നേതൃത്വം പറയുന്നത്. ലീഗ് പി കെ ബഷീർ അധിക സമ്മർദ്ദത്തിലേക്ക് വരില്ല എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ എന്ത് ഫോർമുലയാണ് പി കെ ബഷീറിന് മുന്നിലേക്ക് ലീഗും ടീം UDFും വയ്ക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. പക്ഷേ കൂടാതെ പി കെ ബഷീർ പൊതുമധ്യത്തിൽ മാധ്യമങ്ങളോടും മറ്റു കാര്യങ്ങളൊന്നും പ്രതികരിക്കുകയോ അല്ലെങ്കിൽ തൃപ്തിയില്ല എന്നുള്ള കാര്യം പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല. ഇനി എന്തെങ്കിലും തരത്തിൽ ഒരു പ്രതിഷേധം ഉണ്ടാകുമോ എന്നുള്ള കാര്യവും ഇപ്പോൾ നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നില്ല. എന്തായാലും 5 മന്ത്രിമാർ അത് വിവാദങ്ങൾക്ക് വഴികൊടുക്കാതെ 5 മന്ത്രിമാരെ അത് UDFിൽ നിന്ന് ലീഗ് ഉറപ്പിക്കുന്നുണ്ട്. ഇനി ലീഗിനിടയിൽ ഇനി എന്തെങ്കിലും തരത്തിൽ പി കെ ബഷീറിന് സീറ്റ് ലഭിക്കാത്തത് മൂലമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, അത് ഏത് തരത്തിലായിരിക്കും ലീഗ് അനുനയിപ്പിക്കുക എന്നുള്ള കാര്യമാണ് നോക്കിക്കാണേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.